ഗുരുവായൂരിൽ വനിതാ കോളേജ് പ്രിൻസിപ്പലിന് നേരെ ആക്രമണം. പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വഞ്ചികൾക്ക് തീപിടിച്ചു. 2 വള്ളങ്ങളും വലകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഇടവിലങ്ങിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. VS മാർട്ടിലാണ് മോഷണം നടന്നത്. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവ ബലിദർശനത്തിന് ആയിരങ്ങളെത്തി. വ്യാഴാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. പൊറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത BJP പടിയൂർ പഞ്ചായത്ത് അംഗത്തെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ പഞ്ചായത്ത് 11ാം വാർഡ് അംഗം ശ്രീജിത്ത് മണ്ണായിലാണ് അറസ്റ്റിലായത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂരിൽ വനിതാ കോളേജ് പ്രിൻസിപ്പലിന് നേരെ ആക്രമണം. പരിക്കേറ്റ പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നത്തൂർ റോഡിലുള്ള ആര്യഭട്ട കോളേജ് പ്രിൻസിപ്പൽ CJ ഡേവിഡിനാണ് ആക്രമണം ഉണ്ടായത്. പ്രിൻസിപ്പലിനെ അന്വേഷിച്ച് ബൈക്കിലെത്തിയ 3 പേർ ഉച്ചമുതൽ ഓഫീസ് പരിസരത്ത് കറങ്ങുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഓഫീസിലെത്തിയ ഡേവിഡിനോട് അക്രമി സംഘം പേര് ചോദിക്കുകയും പേര് പറഞ്ഞയുടൻ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് മുഖത്തടിക്കുകയുമായിരുന്നു. നെറ്റിയിലും ചെവിക്ക് പുറകിലുമായി 7 സ്റ്റിച്ചുകളുണ്ട്. മാസ്ക് ധരിച്ചെത്തിയ യുവാവാണ് ആക്രമിച്ചതെന്ന് ഡേവിഡ് പറഞ്ഞു. മറ്റ് 2 പേർ പുറത്ത് കാത്തുനിന്നിരുന്നു. ഡേവിഡ് ബഹളം വെച്ചതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഓടിയെത്തിയെങ്കിലും അക്രമി സംഘം ബൈക്കിൽ രക്ഷപ്പെട്ടു. രക്തം വാർന്നൊലിച്ച അവശനായ ഡേവിഡിനെ നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിലെത്തിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചു. അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ചവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വഞ്ചികൾക്ക് തീപിടിച്ചു. ബ്ലാങ്ങാട് അലുവ കമ്പനിക്ക് സമീപം കരയിൽ കയറ്റിവെച്ചിരുന്ന മത്സ്യബന്ധന വള്ളങ്ങൾക്കാണ് തീപിടിച്ചത്. ആലിങ്ങൽ സൂരജന്റെ ഉടമസ്ഥതയിലുള്ള വഞ്ചികളാണ് കത്തിനശിച്ചത്. 2 വള്ളങ്ങളും വലകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗർ, ലീഡിംഗ് ഫയർമാൻ അജിത് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് വിൽസൺ എന്നിവർ ചേർന്ന് തീയണച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി വഞ്ചികളുടെ ഉടമ സൂരജ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഇടവിലങ്ങിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. 10,000 രൂപയും CCTVയുടെ DVRും മോഷണം പോയി. ഇടവിലങ്ങ് ചന്തയിലുള്ള VS മാർട്ടിലാണ് മോഷണം നടന്നത്. സൂപ്പർ മാർക്കറ്റിന്റെ പുറകുവശത്തെ ഷട്ടറിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയവരാണ് മോഷണവിവരം അറിഞ്ഞത്. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി. പുലർച്ചെ 5:30 കുമരനെല്ലൂർ ദേശത്തിന്റെ വെടിക്കെട്ടിന് ശേഷം രാവിലെ 7 മണി മുതൽ മേളചക്രവർത്തി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം നടന്നു. തുടർന്ന് 3 ദേശങ്ങളുടെ എഴുന്നള്ളിപ്പും കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരം സമാപന ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്ര കോമരം പള്ളിയത്ത് മാധവൻ നായരുടെ നേതൃത്വത്തിൽ പൊങ്ങിലടി നടന്നു. തുടർന്ന് കോമരം കൽപ്പന ചൊല്ലി ചടങ്ങുകൾക്ക് ശേഷം ദേശങ്ങൾ ഉപചാരം ചൊല്ലി വിടവാങ്ങിയതോടെ ഇക്കൊല്ലത്തെ ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചത്. സപ്തമാതൃക്കൾക്ക് ഹവിസ് തൂകി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണനാമ ജപത്തോടെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമായി. ഹവിസ് തൂകി തുടങ്ങിയതോടെ നാലമ്പലത്തിനകത്ത് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഗുരുവായൂരപ്പനെ ദർശിക്കുവാനും ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കലിലും ധ്വജദേവതകൾക്കും പരിപാലകർക്കും ശേഷം ക്ഷേത്രപാലകന് ഹവിസ് തൂകിയതോടെ ചടങ്ങ് പൂർത്തിയായി. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. 6 മണിക്കൂറോളം നീണ്ടുനിന്ന ചടങ്ങിൽ തന്ത്രി കീഴ്ശാന്തി, തിടമ്പെഴുന്നള്ളിക്കുന്ന നമ്പൂതിരി, വിളക്ക് പിടിക്കുന്നവർ എന്നിവരെല്ലാം ഉത്തരീയം ധരിച്ച് ജലപാനമില്ലാതെ ശുദ്ധോപാസനത്തിലായിരുന്നു. ഓരോ ദേവതകൾക്കും ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പന്റെ സാന്നിധ്യത്തിലാണ് ഹവിസ് സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമായ വ്യാഴാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും.
ക്ഷേത്രത്തിനകത്തെ പാലക പരിചാരക ദേവതകൾക്ക് ഉത്സവബലിയുടെ നിവേദ്യവും പൂജയും നൽകുന്നത് പോലെ ഗ്രാമത്തിലെ സംരക്ഷക ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതാണ് ഗ്രാമബലി. സന്ധ്യയ്ക്ക് ഗ്രാമബലിക്കായി ഗുരുവായൂരപ്പൻ പുറത്തേക്കെഴുന്നള്ളും. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിലെ ദീപാരാധനയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. ഈ ദിവസങ്ങളിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന പതിവില്ല. പകരം വലിയ ബലിക്കല്ല് പുരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർണ്ണത്തിടമ്പിന് മുന്നിലാണ് ദീപാരാധന നടത്തുക. പതിവായി മേൽശാന്തി നടത്തുന്ന ഈ ചടങ്ങ് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് നിർവഹിക്കുക എന്നതും ഈ ദിവസങ്ങളിലെ പ്രത്യേകതയാണ്. വർഷത്തിൽ ഈ 2 ദിവസങ്ങളിൽ മാത്രമാണ് കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവസരം ലഭിക്കുക. ദീപാരാധനയ്ക്ക് ശേഷമാണ് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുക. എഴുന്നള്ളിപ്പിന് മുന്നിൽ പതിവായി കൊട്ടുന്ന പഞ്ചാരിമേളത്തിന് പകരം പാണ്ടിമേളമാണ് ഉണ്ടാവുക. വാളും പരിചയമേന്തി വേഷഭൂഷാദികളണിഞ്ഞ കൃഷ്ണനാട്ടം കലാകാരന്മാർ ചുവടുവയ്ക്കും. കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, കുത്തുവിളക്കുകൾ എന്നിവ അകമ്പടിയാകും. രാജകൊട്ടാരങ്ങളിലെ വേദജ്ഞരെ ഓർമ്മിപ്പിക്കുന്ന ഭജനാ സംഘം കീർത്തനാലാപനവുമായി അണിനിരക്കും. ഗ്രാമബലി തൂവിക്കൊണ്ട് ഊതിക്കന്മാർ മുന്നിൽ നീങ്ങും. മുക്കുമൂലകളിലും പെരുവഴികളിലും അജ്ഞാതരൂപത്തിൽ അധിവസിക്കുന്ന ദേവതകൾക്കാണ് ബലിതൂവൽ നടത്തുന്നത്. ഗ്രാമപ്രദക്ഷിണമെന്ന സങ്കല്പത്തിൽ ക്ഷേത്രമതിലിന് പുറത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്ത് തിരിച്ചെത്തും. തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കും. മേളം സമാപിച്ച ശേഷം പിടിയാനയുടെ പുറത്ത് കാടിളക്കാൻ ഗുരുവായൂരപ്പൻ പുറപ്പെടും. ഒറ്റച്ചെണ്ട, ശംഖ്, ചേങ്ങില എന്നിവ അകമ്പടിയാകും. ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തു കിടന്ന് കല്യാണ മണ്ഡപം വരെ ചെന്നാണ് കാടിളക്കൽ. അവകാശിയായ പുതിയേടത്ത് പിഷാരൂഢി 3 തവണ പന്നിമാനുഷങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ പക്ഷിമൃഗാദികളുടെ വേഷം കിട്ടിയവർ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറും. ഇവയെ പിടികൂടാനെന്ന സങ്കല്പത്തിൽ സ്വർണ്ണത്തിടമ്പേറ്റിയ ആന ഓടിക്കൊണ്ട് പിന്തുടരും. 9 തവണ ക്ഷേത്രം വലം വെച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിലെ ദുഷ്ടമൃഗമായ പന്നിയെ അമ്പെയ്ത് ഭഗവാൻ പള്ളിവേട്ട പൂർത്തിയാക്കും. തുടർന്ന് ഭഗവാന്റെ പള്ളിയുറക്കമാണ്. വെള്ളിക്കട്ടിലിലെ പട്ടുമെത്തയിൽ ഉരുളൻ തലയിണയുമായി നമസ്കാര മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പന്റെ പള്ളിയുറക്കം. പള്ളിവേട്ടയിലെ ക്ഷീണം കാരണം അത്താഴം പോലും കഴിക്കാതെയാണ് പള്ളിയുറക്കമെന്നാണ് വിശ്വാസം. പള്ളിവേട്ടയ്ക്ക് ഭംഗം വരാതിരിക്കാൻ ഈ ദിവസം ക്ഷേത്ര പരിസരം നിശ്ചലമായിരിക്കും. മണിക്കൂർ ഇടവിട്ടടിക്കുന്ന നാഴികമണി പോലും ഈ സമയത്ത് അടിക്കില്ല. വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് നാഴികമണി അടിക്കാതിരിക്കുക. വെള്ളിയാഴ്ച പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ പള്ളി ഉണരുക. സന്ധ്യയ്ക്ക് ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം രാത്രി 11 മണിയോടെ ആറാട്ട് നടക്കും. ആറാട്ടിന് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. TCV ഗുരുവായൂർ. ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത BJP പടിയൂർ പഞ്ചായത്ത് അംഗത്തെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ പഞ്ചായത്ത് ചെരുന്തറ 11-ാം വാർഡ് അംഗം മണ്ണായിൽ വീട്ടിൽ ശ്രീജിത്ത് മണ്ണായിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാവിലെ പുറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ ഡോക്ടറെ കാണാൻ എത്തിയപ്പോഴാണ് ഡോക്ടറെ കയ്യേറ്റം ചെയ്തത്. ഉറക്കക്കുറവ് എന്ന പേരിലാണ് ഇയാൾ ഡോക്ടറെ കാണാൻ എത്തിയതെന്നും യാതൊരു പ്രകോപനവുമില്ലാതെ കാട്ടൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നും ഡോക്ടർ പോലീസിൽ മൊഴി നൽകി. ഡോക്ടറുടെ മുറിയിൽ സാധനങ്ങളും ഇയാൾ നശിപ്പിച്ചിട്ടുണ്ട്. ശബ്ദം കേട്ട് ഓടിയെത്തിയ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ശ്രീജിത്തിനെ തടഞ്ഞുവെക്കുകയായിരുന്നു. പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഡോക്ടറെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടർക്ക് നേരെ പടിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പൊതുസമൂഹത്തിന് നിരക്കാത്തതെന്ന് AIYF ആരോപിച്ചു. സംഭവത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും പ്രതി പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നും AIYF മേഖലാ പ്രസിഡന്റ് AB ഫിറോസും സെക്രട്ടറി മിഥുൻ പോട്ടക്കാരനും ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി സംസ്ഥാനപാതയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം മാർച്ച് 10-ാം തീയതിക്കകം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ ഭാഗത്ത് നടന്നുവന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 ദിവസമായി നിർത്തിവച്ചിരിക്കുകയാണ്. റോഡിന്റെ പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞു. ബാക്കി പാതി ഭാഗം അസ്ഥിവാരം കോരി സഞ്ചാരയോഗ്യമല്ലാത്ത വിധമാണ്. ആറാട്ടുപുഴ പൂരം കൊടിയേറ്റം മാർച്ച് 17-ാം തീയതി, ആറാട്ടുപുഴ പൂരം മാർച്ച് 23-ാം തീയതിയുമാണ് നടക്കുക. 100ഓളം ആനകളും പങ്കാളി ക്ഷേത്രങ്ങളിലെ ദേവീ ദേവന്മാരും ജനങ്ങളും ഈ വഴി ആറാട്ടുപുഴയ്ക്ക് എത്തുന്നത്. ആറാട്ടുപുഴ പൂരത്തിന്റെ പ്രാധാന്യവും ജനപങ്കാളിത്തവും കണക്കിലെടുത്ത് മാർച്ച് 10-ാം തീയതി മുൻപ് തന്നെ റോഡിന്റെ ഈ ഭാഗത്തെ പണികൾ പൂർത്തീകരിക്കുകയും സഞ്ചാരയോഗ്യമാക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി MLA-മാരായ KK രാമചന്ദ്രൻ, CC മുകുന്ദൻ, തൃശൂർ ജില്ലാ കളക്ടർ എന്നിവർക്കും സമർപ്പിക്കും. സമിതി പ്രസിഡന്റ് C സുധാകരൻ, സെക്രട്ടറി K രഘുനന്ദനൻ, ട്രഷറർ KK വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് K വിശ്വനാഥൻ, ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത്, ഓഡിറ്റർ K സജീഷ് എന്നിവർ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 37 വർഷം കഠിന തടവും 3,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മതിലകം പൊന്നാമ്പടി സ്വദേശി വട്ടംപറമ്പിൽ അലി അഷ്കറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ ശിക്ഷിച്ചത്.
പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സുഹൃത്ത് താമസിച്ചിരുന്ന വീട്ടിലും പ്രതിയുടെ വീട്ടിൽ വെച്ചും പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, നിഷ സി എന്നിവർ ഹാജരായി. മലഞ്ചരക്ക് കടകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ ജാതി, കുരുമുളക്, അടക്ക എന്നിവ മോഷണം നടത്തി വന്നിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ബീച്ച് റോഡ് സ്വദേശി തിണ്ടിയത്ത് വീട്ടിൽ ബാദുഷയാണ് പിടിയിലായത്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ വർഷം 80,000 രൂപയുടെ ജാതിപത്രി മോഷണം നടത്തിയിരുന്നു. അടിമാലിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ കുരുമുളക് മോഷണം നടത്തി കോയമ്പത്തൂരിലേക്ക് പോകും വഴി അടിമാലി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി സമാന കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ SI സുജിത്, SI ഹബീബ്, ASI ശ്രീജിത്ത്, സീനിയർ CPO ധനേഷ്, CPOമാരായ ജിതേഷ്, ജോയ്മോൻ, കിരൺ, അഭിലാഷ്, ശ്യാം എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. നായാട്ടുകുണ്ടിൽ മുള്ളൻപന്നി ബൈക്കിന് മുന്നിലേക്ക് ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ ദമ്പതികൾക്ക് പരിക്ക്. അമ്പനോളി മാമ്പ്രക്കാരൻ വീട്ടിൽ ജോണി, ഭാര്യ LC എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. അമ്പനോളിയിൽ നിന്ന് ചൊക്കന എസ്റ്റേറ്റിലേക്ക് പുലർച്ചെ ടാപ്പിംഗ് ജോലിക്കായി പോകുമ്പോൾ നായാട്ടുകുണ്ടിന് സമീപത്തെ ഇറക്കത്ത് വെച്ചാണ് മുള്ളൻപന്നി ബൈക്കിലെ മുന്നിലേക്ക് ചാടിയത്. സാരമായി പരിക്കേറ്റ ഇവർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാഴ്ച മുൻപ് എസ്റ്റേറ്റിൽ ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടെ കാട്ടാന ഓടിച്ചതായും ഇവർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിലെ കടലോരങ്ങളിലും വനമേഖലയിലും ഹെലികോപ്റ്ററിൽ പോലീസ് ആകാശ നിരീക്ഷണം നടത്തി. ചേറ്റുവ, വാടാനപ്പള്ളി കടലോരങ്ങളിലും അതിരപ്പള്ളി, മലക്കപ്പാറ, ചിമ്മിനി മേഖലയിലെ വനാന്തരത്തിലുമായിരുന്നു പോലീസിന്റെ ഏരിയൽ പട്രോളിംഗ്. തൃശൂർ റേഞ്ച് IG അജിത ബേഗം, തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ, ചാലക്കുടി DYSP R അശോകൻ എന്നിവരാണ് നിരീക്ഷണം നടത്തിയത്. കേരള പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര. ഇരിങ്ങാലക്കുട തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിലെല്ലാം ബുധനാഴ്ച നന്മയുടെ പ്രകാശമായിരുന്നു. രോഗത്തിന്റെ ഇരുട്ടറയിൽ നിന്ന് ആശ്വാസത്തിന്റെ പ്രകാശത്തിലേക്ക് വരാനായി വൈഷ്ണവി എന്ന വീട്ടമ്മയുടെ ചികിത്സയ്ക്കായുള്ള ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഈ റൂട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തിയത്. രാവിലെ മുതൽ ബസ് കണ്ടക്ടർമാർ ഒരു ബക്കറ്റുമായാണ് യാത്രക്കാർക്കരികിലേക്ക് എത്തിയത്. ബസ് ടിക്കറ്റിനേക്കാൾ കൂടുതൽ തുക യാത്രികർ നൽകി സഹായിക്കുന്നുണ്ടെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. കരൾ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ധനസഹായം തേടുന്ന എടത്തുരുത്തി പൊനത്തിൽ പരേതനായ ബാലകൃഷ്ണന്റെ മകൻ സലീഷിന്റെ ഭാര്യയും പരേതനായ കൊറാമ്പറമ്പിൽ ഘോഷിന്റെ മകളുമായ വൈഷ്ണവിക്ക് തങ്ങളാൽ കഴിയും വിധമുള്ള സാമ്പത്തിക സഹായം നൽകാൻ ഇരിഞ്ഞാലക്കുട തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകാരുടെ അസോസിയേഷനുകൾ കൈകോർത്തപ്പോൾ സേവ് വൈഷ്ണവി ക്യാമ്പയിന് അതേറെ ആശ്വാസമായി. കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയിലാണ് വൈഷ്ണവി ഇപ്പോൾ. വൈഷ്ണവിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വൃക്കയും കരളും എത്രയും വേഗം മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം. 2 ശസ്ത്രക്രിയകൾക്കും കൂടി ഏകദേശം 35 ലക്ഷം രൂപയാണ് ചെലവ് വരിക. നിർധന കുടുംബാംഗമായ വൈഷ്ണവിക്കും ഭർത്താവിനും ഈ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഇന്ന് കാലത്തൊട്ട് ഞങ്ങൾ ആ ഒരു പ്രയത്നത്തിലും എല്ലാവരും ഞങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവണം. കാരണം 27 വയസ്സെന്നാണ് പറഞ്ഞത്. വൃക്കം പോയി ആ കുട്ടിയുടെ ഫോട്ടോ ഉള്ളത് കിഡ്നി തകരാറിലാണ്. കാരണം ഉണ്ടാവണം. അപ്പോൾ നിങ്ങളാൽ കഴിയുന്നത് 1 രൂപ നമ്മൾ ഇട്ടാലും അത് ആ കുട്ടിക്ക് ഒരു ജീവിതം തന്നെയാണ്. അതിലൂടെ നമ്മളെ പ്രാർത്ഥന. ഭർത്താവിനും 6 വയസ്സുകാരിയായ മകൾക്കും വയോധികയായ അമ്മയ്ക്കും ഭർത്തൃമാതാവിനും ഒപ്പമാണ് വൈഷ്ണവി കഴിയുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിയാണ് വൈഷ്ണവിയുടെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത്. ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി ജോലി ഉപേക്ഷിച്ചാണ് സലീഷ് കൂടെ നിൽക്കുന്നത്. വൈഷ്ണവിയുടെ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനായി വൈഷ്ണവി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുമുണ്ട്. TCV ഇരിഞ്ഞാലക്കുട. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ ഗുണഭോക്താക്കളുടെ യോഗം ചേർന്നു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, പാടശേഖര സമിതി പ്രതിനിധികൾ, കർഷകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കൂർ, അളഗപ്പനഗർ മേഖലയിലെ ഗുണഭോക്താക്കളുടെ നേതൃത്വത്തിൽ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ സംരക്ഷണ സമിതി എന്ന പേരിൽ സമിതി രൂപവൽക്കരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അഭിവാദ്യം അർപ്പിച്ച് അന്തിക്കാട് വിളംബര ഘോഷയാത്ര നടത്തി. ഇടതുപക്ഷ നേതാക്കളായ KK കൃഷ്ണകുമാർ, AV ശ്രീവത്സൻ, KK പ്രദീപ് കുമാർ, TI ചാക്കോ, ഷിബു കൊല്ലാറ, KM കിഷോർ കുമാർ, CB മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
അഴീക്കോട് കുട്ടിക്കലിൽ വീടിന് നേരെ കല്ലേറ്. കുട്ടിക്കൽ ക്ഷേത്രത്തിന് സമീപം ബാട്ടപ്പള്ളി അലിയാരുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തുടർച്ചയായുള്ള കല്ലേറിൽ ജനൽ ചില്ല് തകർന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റൂമിൽ കിടന്നിരുന്നത്. അപ്പോൾ റൂമിൽ കിടക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം കല്ലെറിഞ്ഞ്, 4-ാമത്തെ പ്രാവശ്യമാണ് ഗ്ലാസ് ഫ്രെയിമുകളെ കൊണ്ടുവരുന്നത്. പിന്നെ ഗ്ലാസ് കഴിഞ്ഞ് പൊട്ടി തെറിച്ച് അപ്പോഴെന്നെ വന്ന് വിളിക്കുന്ന ആൾ വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് നോക്കാം. ഉമ്മാകെ പാനിക്കായി പേടിച്ചു പോയി, ഇതായിപ്പോയി സംഭവം. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് ഇവിടെ അപ്പുറമൊക്കെ വിളിച്ച ആൾക്കാരെ വന്നിട്ട് നോക്കിയ പോലീസുകാർ വിളിച്ചപ്പോൾ പോലീസുകാർ വന്നു, 2 പേര് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 4 മണിയാകുമ്പോഴത്തേക്കും SI അന്വേഷണം വന്നിട്ട് എഴുതി പോയിട്ടുണ്ടായി കേട്ടോ. വരവൂരിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി താഴ്ചയിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നതിനിടയിലാണ് എതിരെ വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ വരവൂർ ചിറകുളത്തിലേക്ക് കാർ മറിഞ്ഞത്. എന്നാൽ മണ്ണ് ഇടിയാതിരിക്കാനായി നിർമ്മിച്ച തിട്ടയിൽ തങ്ങി നിന്നതിനാൽ കാർ കുളത്തിലേക്ക് വീണില്ല. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അരിമ്പൂർ പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണവും രോഗീബന്ധു വിനോദയാത്രയും അവിസ്മരണീയ അനുഭവമായി. 40ഓളം രോഗികളും സഹായികളുമാണ് കൊച്ചിയിലേക്കുള്ള വിനോദയാത്ര ആസ്വദിച്ചത്. 45 മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ള രോഗികളാണ് ഏകദിന വിനോദയാത്രയുടെ ഭാഗമായത്. അരിമ്പൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് പരിചരണം ലഭിക്കുന്നവരാണ് എല്ലാവരും. പാലിയേറ്റീവ് രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെടുന്ന, വളരെ ബുദ്ധിമുട്ടുന്ന, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അങ്ങനെയല്ല വേണ്ടെന്നും അവർക്ക് ഇനി ജീവിതം ഉണ്ടെന്നും ഇനിയും ഇഷ്ടംപോലെ അവർക്ക് സന്തോഷത്തോടെയും അവരുടെ ഉള്ള ശിഷ്ടകാല ജീവിതം ഏറ്റവും നന്നായിട്ടും സന്തോഷത്തോടെയും ജീവിക്കാമെന്ന് കാണിച്ചു തരികയാണ് ഇത്തരം ഓരോ യാത്രകളിലൂടെ കാണുന്നത്. ഒരു വശം തളർന്നവർ, ക്യാൻസർ രോഗികൾ മുതൽ വീൽചെയറിൽ സഞ്ചരിക്കുന്നവർ വരെ ഓരോ കുടുംബാംഗത്തോടൊപ്പം യാത്രയിൽ പങ്കെടുത്തു. വിനോദയാത്ര അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ വെച്ച് ഡോക്ടർ ദീപക് ഫ്ലാഗ് ഓഫ് ചെയ്തു. സുഖം ബാധിച്ച് വയ്യാതിരിക്കുന്നവരൊക്കെ വീട്ടിലൊതുങ്ങി കൂടുന്ന ഒരവസ്ഥയാണ് കൂടുതലും. അപ്പോൾ അവർക്ക് ഒരു പുതിയൊരു അനുഭവം നമ്മുടെ പുറമേയുള്ള നാടുകളും മറ്റു നഗരങ്ങളും കാണുന്നതിന് വേണ്ടി ഒരു വേദി അവർക്ക് ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ വളണ്ടിയർ സേവനത്തിന് മുന്നിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പൊ ഇതുപോലെയുള്ളൊരു മാതൃക എല്ലാവരിലേക്കും എത്തിക്കുന്നതിനും വളണ്ടിയർ സേവനം എല്ലാവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഇങ്ങനൊരു യാത്ര ഇവരെയും കൊണ്ട് നമ്മൾ ചെയ്യുന്നു. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നൃത്തവും പാട്ടും കഥകളുമായി യാത്രികരിൽ ഉല്ലാസം പകർന്നു. ഓരോ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുമ്പോഴും വീൽചെയറിൽ സഞ്ചരിക്കുന്നവരെ ബസ്സിൽ നിന്നിറക്കാനും കാഴ്ചകൾ കണ്ടു നടക്കാനും കൂടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും സഹായിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഒറ്റയ്ക്ക് പലരെയും താങ്ങിയെടുത്ത് വാഹനത്തിനകത്തും പുറത്തും എത്തിക്കുന്നത് കണ്ട് ചില വിദേശ ടൂറിസ്റ്റുകളും സഹായത്തിനെത്തി. ഡച്ച് കൊട്ടാരം കണ്ട ശേഷം വാട്ടർ മെട്രോയിൽ നടത്തിയ കടൽ യാത്ര എല്ലാവരും മതിമറന്ന് ആസ്വദിച്ചു. തുടർന്ന് ചെറായി ബീച്ചിൽ സായാഹ്നം ചെലവഴിച്ചായിരുന്നു മടക്കയാത്ര. മെമ്പർമാരും മറ്റു രോഗികളെല്ലാവരും കൂടി ആദ്യമായിട്ടൊരു യാത്ര എറണാകുളം, അതുപോലെ ഫോർട്ട് കൊച്ചി എല്ലാം വന്നിരുന്നു. ഇവിടെ പോയിട്ട് വരുന്ന വാട്ടർ മെട്രോ കയറി ഇവിടെ പാലിയേറ്റീവ് അംഗങ്ങളെല്ലാവരും വളരെ സഹായവും എല്ലാ കാര്യത്തിനും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സുജിത് ബംഗ്ലാവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ, പാലിയേറ്റീവ് നഴ്സ് ബിജി, വാർഡ് അംഗങ്ങളായ ഷിമി ഗോപി, ജില്ലി വിൽസൺ, നീതു ഷിജു എന്നിവരുടെ നേതൃത്വത്തിൽ നഴ്സുമാർ, ആശാപ്രവർത്തകർ എന്നിവർ ചേർന്ന് യാത്രയിലുടനീളം രോഗികൾക്ക് പരിചരണമൊരുക്കി. TCV ന്യൂസ്, തൃശൂർ. മതിലകം പഞ്ചായത്തിൽ സുസ്ഥിര ഗ്രാമീണ കാർഷിക വികസന പദ്ധതിക്ക് തുടക്കമായി. പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികൾ പ്രായോഗികമായി പ്രയോജനപ്പെടുത്തി കൃഷി ആദായകരമായ ഉപജീവന മാർഗമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ത്രിതല പഞ്ചായത്തുകളും പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായി. സിനിമാ താരങ്ങളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിനു തൃക്കാക്കര എന്നിവർ പങ്കെടുത്തു. നമ്മളിത്
തുടങ്ങി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ, തൊഴിലുറപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ആൾക്കാർക്ക് അറിയാം. പക്ഷെ ആശംസ പറഞ്ഞ് വീഡിയോ അയക്കുക എന്നൊക്കെ പറഞ്ഞൊരു ടാസ്ക് എനിക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്രയാറിൽ LDF പ്രവർത്തകർ വിളംബര ജാഥ നടത്തി. LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടികയിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ തൃപ്രയാറിൽ സമാപിച്ചു. LDF നേതാക്കളായ വിജയരാഘവൻ തട്ടുപറമ്പിൽ, KB ഹംസ, MR ദിനേശൻ, ബിജു കുയിലൻ പറമ്പിൽ, അനിലൻ കൊടപ്പുളി, രജനി ബാബു, VV പ്രദീപ് എന്നിവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി. ഇടമുട്ടം പാലപ്പെട്ടിയിൽ ദേശീയപാതയോരത്ത് അറവു മാലിന്യം തള്ളുന്നത് പതിവായതോടെ ദുരിതത്തിലായി പ്രദേശവാസികളും വഴിയാത്രികരും. പാലപ്പെട്ടി കിഴക്കേ വളവിന് സമീപത്താണ് അറവു മാലിന്യം സാമൂഹ്യ വിരുദ്ധർ തള്ളുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും മറ്റുമായാണ് കോഴി വേസ്റ്റ് ഉൾപ്പെടെയുള്ള അറവു മാലിന്യവുമായി സാമൂഹ്യ വിരുദ്ധർ എത്തുന്നത്. അഴുകി പുഴുവരിക്കുന്ന അറവു മാലിന്യത്തിൽ നിന്നുള്ള രൂക്ഷമായ ദുർഗന്ധം മൂലം ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ പാലപ്പെട്ടി ബീച്ച് റോഡിലെ ഇരുവശങ്ങളിലുമുള്ള പറമ്പുകളോട് ചേർന്നാണ് ഇത്തരത്തിൽ അറവു മാലിന്യം പതിവായി തള്ളിയിരുന്നത്. പരാതി ഉയർന്നതിനെ തുടർന്ന് വലപ്പാട് പഞ്ചായത്ത് ഇടപെട്ട് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചതോടെ അറവു മാലിന്യം തള്ളുന്നത് സാമൂഹ്യ വിരുദ്ധർ ഉപേക്ഷിക്കുകയായിരുന്നു. അറവു മാലിന്യം തള്ളുന്നത് തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കടവലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകാത്തതിലും മാവേലി സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതിലും പ്രതിഷേധിച്ച് നടത്തിയ മാർച്ച് KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. NK അലി, K ജയശങ്കർ, ആഷിഖ് ഖാദരി, KK റസാഖ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്താമെന്ന് 30% അതിന്റെ മന്ത്രി ഉണ്ട് അനിൽ. ആകെ 2 മന്ത്രിമാരും ഉറങ്ങുന്ന മന്ത്രിമാരും വേലായുധൻ ശ്രീ കാട്ടകമ്പാൽ പഞ്ചായത്ത് ഓഫീസിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. പഞ്ചായത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ 1 മാസം മുൻപ് മസ്റ്ററിംഗ് നടത്തിയിട്ടും വീണ്ടും ആധാർ കാർഡും ഫോൺ നമ്പറും പഞ്ചായത്തിൽ ഹാജരാക്കണമെന്ന സർക്കാരിന്റെ പുതിയ ഉത്തരവിനെതിരെയായിരുന്നു പ്രതിഷേധം. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് മണികണ്ഠൻ, പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. മാസമായി സാമൂഹ്യ ക്ഷേമ പെൻഷൻ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഒരു സമയത്ത് മാസ്റ്ററിംഗ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആധാർ കാർഡുമായി അക്ഷയ സെന്ററുകളിൽ പോയി കേരള വ്യവസായ വകുപ്പിന്റെ 2022-23 സാമ്പത്തിക വർഷത്തിലെ MSME പുരസ്കാര പ്രഭയിൽ തിളങ്ങി ചാവക്കാട് നഗരസഭ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വ്യവസായ സൗഹൃദ അന്തരീക്ഷമൊരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ചാവക്കാട് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. നഗരസഭയ്ക്ക് വേണ്ടി വ്യവസായ മന്ത്രി P രാജീവിൽ നിന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അൻവർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് സനിത ആന്റണി, അഞ്ജു സുനിൽ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് മാവേലി സ്റ്റോറിലേക്ക് മാർച്ച് നടത്തി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ റജി ജോർജ്, ശാലിനി ജോയ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TS രാജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര തുടങ്ങിയവർ സംസാരിച്ചു. ആം ആദ്മി പാർട്ടി പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോയുടെ മുൻപിൽ പ്രതിഷേധ കിറ്റുകൾ വിതരണം ചെയ്തു. സപ്ലൈകോ സ്ഥാപനങ്ങളിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലാത്തതിലും അനിയന്ത്രിതമായ വില വർധനവിലും പ്രതിഷേധിച്ചാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ജില്ലാ വൈസ് പ്രസിഡന്റ് CS ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോസ് അധ്യക്ഷനായിരുന്നു. KV മധു, KJ ജോസഫ്, നൂറുദ്ദീൻ PM, മുഹമ്മദ് ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
നാഷണൽ പ്രോഗ്രാമിംഗ് ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻസിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ബയോ സ്റ്റിമുലന്റ് ആക്ട് പ്രകാരം വൃക്ഷായുർവേദം അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കോടാലിപ്പാടത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. രഞ്ജിത്ത് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യാഗ്രോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൃഷിയിറക്കിയ കർഷകരായ ഉണ്ണികൃഷ്ണൻ ചെമ്പൂട്ടിപ്പറമ്പിൽ, ഓപ്പൻ ചെമ്മിഞ്ചേരി, രാമകൃഷ്ണൻ കാളിയങ്കര എന്നിവരെ പഞ്ചായത്ത് അംഗം കെ.ടി. ഹിതേഷ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. പുതിയ രീതിയിലുള്ള ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൃഷിയിറക്കിയതിലൂടെ വിളവ് വർദ്ധിച്ചതായി കർഷകർ പറഞ്ഞു. ഈ തവണയ്ക്ക് 19 ചാക്ക് നെല്ല. അത് പിന്നെയല്ല, കഴിഞ്ഞ പ്രാവശ്യം 2 ചാക്ക് പിടിച്ചപ്പോൾ 100-105 കിലോനാണ് തൂക്കുണ്ടായത്. ഈ തവണ 2 ചാക്ക് അതിന് പിടിച്ച് തൂക്കം നോക്കിയപ്പോൾ 124-125 കിലോ ഉണ്ട് 2 ചാക്ക് നെല്ല് എടുത്ത് തൂക്കുന്നത്. അപ്പോൾ അതിൽ നെല്ലിൻ്റെ തുടം നല്ല തുടം, അതായത് നെല്ല് നല്ല മണി, പിന്നെ പതിരില്ല, പതിര് വളരെ കുറവൊന്നുമല്ല, പതിരില്ല. പിന്നെ നല്ല കളറ്, നല്ല ഭംഗി നെല്ലിനാണ് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗി. എടത്തിരുത്തി പഞ്ചായത്തിലെ നിർധനരും നിരാലംബരുമായി അലഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾക്കായി സ്നേഹഭവനം ഒരുങ്ങുന്നു. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് സ്നേഹഭവനം നിർമ്മിക്കുന്നത്. സ്വന്തമായ മേൽവിലാസമോ വീടോ ഒന്നുമില്ലാതെ പൂർണ്ണമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം ആളുകളെ എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് സംരക്ഷിക്കുന്നത്. ഘട്ടം ഘട്ടമായാണ് ഈ കുടുംബങ്ങളെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യഘട്ടം പൈനൂർ വീട് എന്ന അഡ്രസ്സിൽ ആധാർ കാർഡ് എടുത്തു നൽകി. തുടർന്ന് ബാങ്ക് അക്കൗണ്ട്, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ നേടിക്കൊടുത്തു. സ്നേഹഭവനം പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏറ്റെടുത്ത ഏറ്റവും ശ്രമകരമായ ദൌത്യം പൂർത്തിയാകുമെന്ന് ചടങ്ങിൽ ഇ.ടി. ടൈസൺ എം.എൽ.എ പറഞ്ഞു. ഇന്ന് ഇവിടെ ചെയ്താൽ നാളെ എവിടെ ചെയ്യേണ്ടി വരും എന്നറിയോ? നാട്ടികയിലുള്ള ഇതുപോലെ ആളുകളെ സംരക്ഷിക്കാൻ നാട്ടികയിൽ പ്രത്യേകം ചെയ്യേണ്ടി വരും, കൊടുങ്ങല്ലൂർ വേറെ ചെയ്യേണ്ടി വരും, കാസർഗോഡ് വേറെ ചെയ്യേണ്ടി വരും. കേരളം മൊത്തം ഈ പരിപാടി പതുക്കെ ഏറ്റെടുക്കേണ്ടി വരും. ഒരു വീടില്ലാത്ത ആളുകൾക്കും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു സംവിധാനം കേരളത്തിലെങ്കിലും, ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാതിരിക്കുന്ന സന്ദർഭം ഉണ്ടാകും. അതാണ് ആഗ്രഹം. ആധാർ കാർഡ് കൊടുത്തു, ID കാർഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾക്ക് എന്ത് വേണം? റേഷൻ കാർഡ് വേണം. നമുക്ക് റേഷൻ കാർഡിൽ ഉണ്ടായ പ്രത്യേകത എന്നറിയോ? കേരളത്തിൽ ആദ്യമായി വീട്ട് നമ്പർ ഇല്ലാത്ത റേഷൻ കാർഡ് കിട്ടിയത്, കേരളത്തിൽ ആദ്യമായി കിട്ടിയത് നിങ്ങൾക്കാണ്, നമുക്കാണ് ആദ്യമായിട്ട് കിട്ടിയത്. 0 എന്നാണ് റേഷൻ കാർഡ്, വീട്ട് നമ്പർ 0. 2 നിലയിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ 1-ാം നിലയിൽ 2 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 11 മാസമാണ് പ്രവൃത്തി പൂർത്തീകരണ കാലാവധി. ഇ.ടി. ടൈസൺ എം.എൽ.എ ശിലാസ്ഥാപനം നിർവഹിച്ചു. എടത്തിരുത്തി പറയൻകടവ് ചാലിശ്ശേരി റോഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഗിരിജ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ N.V. ആന്റണി, എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ്, കയ്പമംഗലം. ക്ഷേമ പെൻഷൻകാരുടെ കൂട്ടായ്മയായ പാവങ്ങളുടെ പടയണിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഏരിയ തല സദസ്സ് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും ക്ഷേമ കേരള സംരക്ഷണവും ആവശ്യപ്പെട്ടായിരുന്നു സദസ്സ്. തൃശൂർ BSNL ഓഫീസിന് മുൻപിൽ നടന്ന സദസ്സ് കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി P.A. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ഏരിയ പ്രസിഡന്റ് B.L. ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് T.S. സുമേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P.K. സുരേന്ദ്രൻ, ശൈലജ അജയഘോഷ്, M.K. ബൈജു, സത്യഭാമ വിജയൻ എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും സർഗവേദി ജില്ലാ കലാകായിക സമിതിയുടെയും നേതൃത്വത്തിൽ തൃപ്രയാറിൽ കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് M.R. ദിനേശൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K.C. ഗിരീഷ്, CITU നേതാവ് M.A. ഹാരിസ് ബാബു, കേരള NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി P. വരദൻ, ജില്ലാ പ്രസിഡന്റ് P.B. ഹരിലാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോയ് മോൻ എന്നിവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂരിലെ വിവിധ വിദ്യാലയങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരേഡിൽ കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, കൌൺസിലർ TD വെങ്കടേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും മികച്ച പ്ലാറ്റൂണായി KKTM GHSSലെ പ്ലാറ്റൂണിനെ തെരഞ്ഞെടുത്തു. രണ്ടാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് പുറകിലായി കടന്നു. KKTM GGHSSലെ കുമാരി സൂര്യപ്രിയ TS നയിക്കുന്ന 3-ാം നമ്പർ പ്ലറ്റൂണാണ് വിശിഷ്ട വ്യക്തിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇപ്പോൾ ഡയസിന് മുൻപിലൂടെ കടന്നു പോകുന്നത്. KKTM GGHSSലെ ഡയസിന് മതിലകം ബ്ലോക്ക് ആത്മാ പദ്ധതി പ്രകാരം എടത്തിരുത്തി കൃഷിഭവന്റെ നേതൃത്വത്തിൽ SC കുടുംബശ്രീ യൂണിറ്റിന് കൃഷി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് 5-ാം വാർഡിലെ ഉജ്ജ്വല കൃഷിക്കൂട്ടത്തിനാണ് ഉപകരണങ്ങൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ PC സജന അധ്യക്ഷയായി. വാർഡ് മെമ്പർ PA ഷമീർ, BTM ഷൈനാസ്, CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് എന്നിവർ സംസാരിച്ചു. തെക്കിങ്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. 17-ാം വാർഡ് മെമ്പർ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ AR കൃഷ്ണൻകുട്ടി, VS ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഴഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി നിർമ്മിച്ച IP ബ്ലോക്കിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച AC മൊയ്തീൻ MLA നിർവഹിക്കും. ഉദ്ഘാടനത്തിന്റെ വിപുലമായ നടത്തിപ്പിനായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാരി ശിവൻ അധ്യക്ഷത വഹിച്ചു. കാട്ടാക്കമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ NK ഹരിദാസൻ, TS മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി മുലയം പറമ്പത്തുകാവ് പൂരാഘോഷത്തിന് 2,25,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കി. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയാണ് സുരക്ഷാ ചുമതലയുടെ ഭാഗമായി പൂരം ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ച അർദ്ധരാത്രി വരെ 5 ദിവസം 7 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. പൂരത്തിന്റെ സുരക്ഷിതമായ നടത്തിപ്പിനാവശ്യമായ മുഴുവൻ സുരക്ഷാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് മുരളി, സെക്രട്ടറി ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക്, ട്രഷറർ സുഷി ആലിക്കര എന്നിവർ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റായി ലിജേഷ് പള്ളായിൽ ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KS ഹുഷൈൽ ഉദ്ഘാടനം ചെയ്തു. മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നസീർ പുഴങ്കരയിലത്ത് അധ്യക്ഷനായി. നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ, DCC സെക്രട്ടറി CC ബാബുരാജ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിൽ കയ്പമംഗലം കാളമുറി സെന്ററിൽ കാർ സ്കൂട്ടറിലിടിച്ച് 2 കുട്ടികൾക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് കാർ നിർത്താതെ പോയി. കയ്പമംഗലം വാർഡ് സ്വദേശി കുട്ടുങ്ങപ്പറമ്പിൽ മുസ്തഫയുടെ മകൾ നൂഹ, കുട്ടുങ്ങപ്പറമ്പിൽ നസീറിന്റെ മകൻ അലി ഹൈദർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വടക്കേ പടിപ്പുരയുടെ കട്ടിളവെപ്പ് ചടങ്ങ് നടത്തി. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഇടവക കൈസ്ഥാനി സന്തോഷ്, സെക്രട്ടറി സലിൻ C സൈമൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ഉത്സവ പകർച്ച വാങ്ങി സ്കൂട്ടറിൽ പോകുന്നതിനിടെ ഭക്തൻ കുഴഞ്ഞു വീണ് മരിച്ചു.
ചൊവ്വല്ലൂർ കരിയന്നൂർ പാലിയത്ത് വീട്ടിൽ ബേബി എന്ന് വിളിക്കുന്ന 77 വയസ്സുള്ള രവീന്ദ്രൻ നായരാണ് മരിച്ചത്. പകർച്ചു വാങ്ങി സ്കൂട്ടറിൽ പോകുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. സ്കൂട്ടർ നിർത്തി നടപ്പാതയിൽ വിശ്രമിക്കാനിരുന്ന ഇയാൾ കുഴഞ്ഞു വീണു. ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ശുപാർശയിൽ അനധികൃതമായി ജീവനക്കാരെ നിയമിച്ചതായി ആരോപണം. ചെരുപ്പ് കൗണ്ടറിലും കംഫർട്ട് സ്റ്റേഷനിലുമാണ് അനധികൃത നിയമനം നടന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അറിയാതെ നിയമനം നടത്തരുതെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം അവഗണിച്ചാണ് നിയമനം നടത്തിയതെന്നാണ് ആരോപണം. ക്ഷേത്ര ഉപദേശക സമിതി അംഗവും മന്ത്രി ആർ ബിന്ദുവിന്റെ ബന്ധുവുമായ CPI നേതാവാണ് നിയമനത്തിന് പിന്നിലുള്ളതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES ബാബു, മണ്ഡലം പ്രസിഡന്റ് PV രമണൻ എന്നിവർ ആരോപിച്ചു. സംഭവത്തിൽ ദേവസ്വം ബോർഡ് യുക്തമായ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു. AR ബൈജു, PU സുരേഷ് കുമാർ, KP സുനിൽകുമാർ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, P ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ വനിതാ കോളേജ് പ്രിൻസിപ്പളിന് നേരെ ആക്രമണം. പരിക്കേറ്റ പ്രിൻസിപ്പളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് പ്ലാങ്ങാട് ബീച്ചിൽ വഞ്ചികൾക്ക് തീപിടിച്ചു. 2 വള്ളങ്ങളും വലകളും പൂർണ്ണമായും കത്തിനശിച്ചു. ഇടവിലങ്ങിൽ സൂപ്പർ മാർക്കറ്റിൽ മോഷണം. VS മാർട്ടിലാണ് മോഷണം നടന്നത്. 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവ ബലി ദർശനത്തിന് ആയിരങ്ങളെത്തി. വ്യാഴാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. പൊറത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത BJP പടിയൂർ പഞ്ചായത്ത് അംഗത്തെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ പഞ്ചായത്ത് 11ാം വാർഡ് അംഗം ശ്രീജിത്ത് മണ്ണായിലാണ് അറസ്റ്റിലായത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.